ഹലോ ഗൈസ്, ഇതൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബാഗ് എടുത്തുകൊണ്ട് വയ്ക്കേ, ബാഗ് എടുത്തുകൊണ്ട് വയ്ക്കും മോനെ. ചേറിൽ വയ്ക്ക്, അപ്പുറത്തെ ചേറിൽ വയ്ക്ക്. ആടെ വയ്ക്ക്. ചെരുപ്പൂര് ചെരുപ്പെടുത്ത സൈഡിലോട്ട് വെച്ച്. ഗുഡ്. ഹൈ ഫൈ ദാ, ഹൈ ഫൈ. ഓക്കെ, എന്തു കഴിക്കാൻ തരാം കേട്ടോ. അവളെ കണ്ടിട്ട് കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. അവൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ്. അവൾ ജനിച്ച് 1.5 വയസ്സുള്ള സമയത്താണ് അവൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ ആൾക്ക് 7 വയസ്സായി. അവൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അവൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഞാനും അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്, തിരിച്ചു വരുന്നതും ഒന്നിച്ചാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൈ മുഖമൊക്കെ കഴുകി ആദ്യം ഒരു ചായ കുടിക്കും കേട്ടോ. നല്ല വിശന്നാണ് വരുന്നത്. എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിക്കാറൊക്കെ ഉള്ളത്. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും വീട്ടിലെ ജോലികളും പിന്നെ പുറത്തെ ജോലികളും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അത് പറ്റില്ല കേട്ടോ പലപ്പോഴും. ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ പണിയെല്ലാം തീർത്ത് ഞാൻ പോയി മേലൊക്കെ ഒന്ന് കഴുകി കേട്ടോ. അതിനിടയ്ക്ക് മഴ ആയതുകൊണ്ട് ഇപ്പോൾ 1-2 ദിവസങ്ങളാണ് കേട്ടോ ഞാൻ തറ നനയ്ക്കാറുള്ളൂ. മഴക്കാലം തുടങ്ങിയതോടുകൂടി ഭയങ്കര കൊതുകാണ് കേട്ടോ. അപ്പോൾ ഇത് കുന്തിരിക്കമാണ്, കുന്തിരിക്കത്തിൻ്റെ കട്ടയാണ്. അപ്പോൾ അതൊരെണ്ണം അങ്ങ് കത്തിച്ച് വെക്കുകയാണെങ്കിൽ രാത്രി അധികം കൊതുകടി കൊള്ളാതെ കിടന്ന് ഉറങ്ങാം. എല്ലാ ദിവസവും മുടി ഇങ്ങനെ മെടഞ്ഞിടാറില്ല കേട്ടോ. എല്ലാ ദിവസവും മെടഞ്ഞിട്ടതിന് മുടിക്കൊരു വേവി ടെക്സ്ചർ വരും. അപ്പം ചില ദിവസങ്ങളിൽ മുടി മെടഞ്ഞിടും, അല്ലെങ്കിൽ മുകളിലേക്ക് ബണ്ണ് പോലെ അങ്ങനെ കെട്ടിവെക്കാറാണ് പതിവ്. അപ്പം ഇന്ന് മെടഞ്ഞിടാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ ജേർണലിങ്ങിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ മുതൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഡയറി വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരാളിവിടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിൻട്രസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയുള്ള ജേർണലിങ് ഐഡിയാസൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് എനിക്ക് എൻ്റെ കൈയക്ഷരം തീരെ ഇഷ്ടമല്ല. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയാനും പാടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്കറിയണ പോലെ തട്ടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ചെയ്ത് വെക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് പിന്നെ എന്ത് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുത്തി വരച്ച് വെക്കുന്നതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡിസൈൻ. എവിടെയും ഞാൻ അത് തന്നെ ട്രൈ ചെയ്തു. കൊള്ളാം, ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജേർണലിംഗ് ഒന്നും ചെയ്ത് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് പല കാര്യങ്ങളും ഞാൻ നോക്കി ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ് കേട്ടോ. എൻ്റെ മോളുണ്ടായതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് വളരെ കുറവാണ് കേട്ടോ. പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ പാരൻറ്റിങ്ങിൽ നമുക്ക് ഡെയിലി പല പല ചലഞ്ചസ് ആണല്ലോ പുതിയതായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതിനിടയ്ക്ക് ഒരു മീ ടൈമൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സന്തോഷത്തിനും കൂടെ ടൈം കണ്ടെത്തന്നെ നമ്മുടെ മക്കളെ നല്ല രീതിക്ക് നമുക്ക് നോക്കാൻ പറ്റുമെന്ന് കുറച്ച് നാളുകൊണ്ട് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കൂടി കുറച്ച് സമയമൊക്കെ കണ്ടെത്താറുണ്ട്.
അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും കൂടെ ട്രൈ ചെയ്തിട്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.